രാത്രിയാണ് നിയ്യത്ത് വെക്കേണ്ടത്. സൂര്യാസ്തമയത്തിൻ്റെയും ഫജ്റുസ്വാദിക്കിൻ്റെയും ഇടയിൽ, സൂര്യൻ അസ്തമിച്ച് മഗ്രിബിന് ശേഷം സുബ്ഹിയുടെ ഇടയിലായിട്ട് എപ്പോഴും വെക്കാം. പല ആളുകളും തറാവീഹിന് ഇമാമ് ചൊല്ലിക്കൊടുക്കുന്നത് അങ്ങനെ ഏറ്റു ചൊല്ലും, നബൈത്തു നബൈത്തു സോമഗദിൻ, അങ്ങനെ ഏറ്റു ചൊല്ലും. യഥാർത്ഥത്തിൽ ഈ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. നമ്മളിങ്ങനെ തൂങ്ങി ഉറങ്ങിങ്ങാണ്ട് എന്തോ തൊള്ളോണ്ട് പറഞ്ഞ് മനസ്സിലൊന്നുമില്ല, അങ്ങനെയാണ് നിയ്യത്താവൂല. അപ്പം നിയ്യത്താവണമെങ്കിൽ ഹൃദയത്തിൽ കരുതണം, നാളെ നോമ്പെടുക്കാണ്, ഫർളായ നോമ്പെടുക്കാണ്, ഞാൻ കരുതി നിയ്യത്ത് വെക്കണം. ആ നിയ്യത്തെടുത്ത് നോമ്പെടുത്ത ആൾ പകൽ സമയത്ത് ഒരാൾ നോമ്പ് ഞാൻ മുറിച്ചു എന്ന് പറഞ്ഞു അല്ലെങ്കിൽ കരുതി, അതുകൊണ്ട് നോമ്പ് മുറിയില്ല. നിസ്കാരം അങ്ങനെയല്ല. നിസ്കാരം ഒരാൾ നിസ്കാരത്തിന് തക്ബീർ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം മുറിച്ചു എന്ന് പറയണ്ട, കരുതണ്ട. ഒരാളെന്ത് ഫോണ് വെല്ലടിച്ചപ്പോൾ ഒന്ന് അയച്ചിട്ട് ഫോൺ എടുത്തിട്ട് നിസ്കരിച്ചാൽ മതിയോ, അതല്ല നിസ്കാരം പൂർത്തിയാക്കിയിട്ട് ഫോൺ എടുത്താൽ മതിയോ എന്ന തറദ്ദുതുണ്ടായാൽ തന്നെ നിസ്കാരം എന്തായിപ്പോയി, ബാത്തിലായിപ്പോയി. നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരാൾ നിസ്കാരം മുറിച്ചു എന്ന് കരുതുകയോ തറദ്ദുതാവുകയോ ചെയ്താൽ തന്നെ നിസ്കാരം ബാത്തിലായി. നോമ്പ് അങ്ങനെയല്ല. നോമ്പ് പകൽ സമയത്ത് ഒരാൾ മുറിച്ചു എന്ന് 1000 വട്ടം എന്ന് പറഞ്ഞാലും നോമ്പ് മുറിയില്ല, അതെന്തെങ്കിലും തിന്നണം, നോമ്പ് മുറിയണ കാര്യം ഉണ്ടാവണം. പക്ഷെ നോമ്പിൻ്റെ നിയ്യത്ത് ഒരാൾ രാത്രി മുറിച്ചു, തറാവി നിസ്കാരം കഴിഞ്ഞപ്പോൾ നിയ്യത്തൊക്കെ വെച്ച് വീട്ടിൽ പോയപ്പോൾ നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നു. രാത്രി ഒരു 1 മണിക്ക് എണീറ്റപ്പോൾ നല്ല പനി, ശക്തമായ പനി. അപ്പോൾ ഭാര്യനോട് പറഞ്ഞില്ല, ഇമ്മാനോട് പറഞ്ഞു, ഞാൻ നാളെ നോമ്പ് വിൽക്കണില്ല, ഇന്ന അത്താഴത്തിന് വിളിക്കണ്ട, പനി ഉണ്ടല്ലോ. അങ്ങനെ വിളിച്ചില്ല. സുബഹി ഖളാവുന്നതിന് മുമ്പ് വിളിച്ചു, നിസ്കരിക്കണമല്ലോ. അപ്പോൾ വിളിച്ചു നോക്കുമ്പോൾ പനി മാറിയിക്കണ്. അപ്പോൾ അവൻ പറയാണ്, എനിക്ക് നോമ്പുണ്ട് പറഞ്ഞു. നോമ്പില്ല. കാരണം രാത്രി നോമ്പ് ക്യാൻസലാക്കി, നിയ്യത്ത് ക്യാൻസലാക്കിയാൽ അത് ക്യാൻസലായി പരിഗണിക്കും. അപ്പം ഇനി ഫജ്റിൻ്റെ മുമ്പ് ആ നിയ്യത്തിനെ പുതുക്കണം, എന്നാലാണ് അവനക്ക് നോമ്പുള്ളൂ. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, ഉള്ളിലേക്ക് തടിയുള്ള വല്ല വസ്തുവും പ്രവേശിക്കുക നോമ്പ് മുറിയുന്ന കാര്യമാണ്. വേറെയും കുറേ കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ട് ഉള്ളിലേക്ക് ഉള്ളെന്ന് പറയുന്ന എന്തെല്ലാം ഉണ്ടോ അതിലേക്ക് വല്ല വസ്തുവും പ്രവേശിച്ചാൽ നോമ്പ് മുറിയും. അപ്പോൾ ഭക്ഷണം മാത്രമല്ല, ഒരാൾ ചെവിയിലെന്തോ സാധനമിട്ട് തിരിച്ച്, അല്ലെങ്കിൽ മൂക്കിലേക്ക് മരുന്നിറ്റിച്ച്, അല്ലെങ്കിൽ വായിലേക്ക് മരുന്നിറ്റിച്ച് നോമ്പ് മുറിയും, നോമ്പ് ബാത്തിലായി പോകും. കണ്ണിലേക്ക് മരുന്നിറ്റിച്ചാൽ നോമ്പ് മുറിയില്ല. അത് ചില ആൾക്കാർ ചോദിക്കും, കണ്ണിൽ മരുന്നിറ്റിച്ച് കഴിഞ്ഞാൽ തൊണ്ടയൊക്കെ അതിൻ്റെ രുചി ഇറങ്ങല്ലോ, അതൊന്നും കുഴപ്പമില്ല. കാരണം കണ്ണ് എന്നുള്ളത് ഉള്ളു എന്ന് പറയപ്പെട്ട സാധനമല്ല. പിന്നെ പല ആളുകൾക്കുള്ള സംശയമാണ്, ഇഞ്ചക്ഷൻ വെച്ചാൽ നോമ്പ് മുറിയോ ഇല്ലേ. നമ്മളെല്ലാ റമദാനിലും ക്ലാസ് എടുത്ത് കൊടുക്കുന്നതാണെങ്കിൽ ആളുകൾക്ക് സംശയം ഉണ്ടാവും. മസിലുകളിലേക്ക് ഇഞ്ചക്ഷൻ വെച്ചാൽ നോമ്പ് മുറിയില്ല. പക്ഷെ ഞരമ്പിലേക്ക് ഇഞ്ചക്ഷൻ വെച്ചു, ഞരമ്പ് രക്തമെടുക്കാനാണെങ്കിലും മരുന്ന് കയറ്റാനാണെങ്കിലും ഞരമ്പിലേക്ക് ഇഞ്ചക്ഷൻ വെച്ചാൽ നോമ്പ് മുറിയും എന്ന പക്ഷവും ഉണ്ട്, മുറിയില്ല എന്ന പക്ഷവും ഉണ്ട്. അപ്പൊ സൂക്ഷ്മത എന്താണ്? പകൽ സമയത്ത് ഇഞ്ചക്ഷൻ വെക്കാതിരിക്കുക പറ്റുമെങ്കിൽ. നിർബന്ധ സാഹചര്യമാണെങ്കിൽ മുറിയില്ല എന്ന അഭിപ്രായം വെച്ചുകൊണ്ട് ഇഞ്ചക്ഷൻ വെക്കാവുന്നതാണ്. ഇങ്ങനെ നോമ്പിൻ്റെ മസാലകളൊക്കെ പഠിച്ച് ശരിയായ രൂപത്തിലുള്ള നോമ്പായിരിക്കണം. ഉമിനീരിറക്കിയാൽ നോമ്പ് മുറിയില്ല, പക്ഷെ കഫം ഇറക്കിയാൽ നോമ്പ് മുറിയും. പക്ഷെ ഉമിനീരിൻ്റെ കൂടെ മറ്റു നമ്മളെ മോണയിലെ രക്തമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കലർന്നിട്ട് അതിറക്കി കഴിഞ്ഞാൽ നോമ്പ് മുറിയും. ഉമിനീര് പുറത്ത് വന്നിട്ട് ആ ഉമിനീര് വീണ്ടും ഉള്ളിലേക്ക് മടക്കിയാലോ അപ്പോഴും നോമ്പ് മുറിയും. ഇപ്പം നമ്മളിങ്ങനെ തുപ്പി ഇപ്പം സമയത്ത് നമ്മളെ ചുണ്ടിൽ ഉമിനീരുണ്ടായിരുന്നു, അങ്ങനെ ഉള്ളിലേക്ക് എടുത്ത് നോമ്പിൻ്റെ സമയത്ത് ഇന്ന് നോമ്പ് ബാത്തിലാവും. പുറത്തേക്ക് വന്ന ഹുക്കുമ് മാറി. ഇങ്ങനെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ശരിയായ രൂപത്തിലുള്ളൊരു നോമ്പ് അനുഷ്ഠിക്കാൻ നമുക്ക് കഴിയണം. ആ റമദാനിലെ പ്രധാനപ്പെട്ട ഇബാദത്താണ് തറാവീഹ് നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖാമ റമദാന ഈമാനം വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരാൾ തറാവീഹ് നിസ്കാരം നിർവഹിച്ചാൽ, റമദാനിലെ രാത്രിയിലെ പ്രധാനപ്പെട്ട നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. അത് നല്ല വിശ്വാസത്തോടുകൂടെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരത്തിന് കിട്ടുന്ന നേട്ടം എന്താണ്? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അവൻ്റെ പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കുകയാണ്.
ചെറിയ പാപങ്ങളെല്ലാം മായ്ക്കപ്പെടാൻ പറ്റിയ നല്ലൊരു അമലാണ് തറാവീഹ് നിസ്കാരം. പക്ഷെ നമ്മളെ വീട്ടിലും പള്ളികളിലുമുള്ള കാഴ്ച എന്താണ്? ആദ്യത്തെ 10 ദിവസത്തിന് തറാവീഹിന് പള്ളികളും വീടുകളിലുമൊക്കെ എല്ലാവരും സജീവമാണ്. രണ്ടാമത്തെ 10ലേക്ക് കടക്കുമ്പോൾ എണ്ണം കുറഞ്ഞു വരികയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ റമദാനിലെ അവസാനത്തെ 10ലേക്ക് കടക്കുമ്പോൾ തീരെ എണ്ണമില്ലാത്ത അവസ്ഥയാവുകയാണ്. ആ സമയത്ത് പിന്നെ നമ്മൾ പർച്ചേസിങ്ങിന് ഇറങ്ങി. ഏറ്റവും ശ്രേഷ്ഠമായ അവസാനത്തെ 10ൽ അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങൾ അവിടുത്തെ അരയിടുപ്പ് മുറുക്കിയിട്ട് പൂർണ്ണമായ നിലക്ക് റമദാനിലെ ഇബാദത്ത് ചെയ്യാൻ തയ്യാറാകാറുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊതുവിൽ രാത്രിയിലെ ഇബാദത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദീർഘമായ നിസ്കാരമാണ്. ആ നിസ്കാരത്തിൽ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാൽപാദങ്ങളിൽ നീര് കെട്ടിയിട്ട് പ്രയാസം കണ്ടപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, എന്തിനാണ് ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്നത്? വഖദ് ഗഫറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ. അവിടുന്ന് എല്ലാ നിലക്കും പാപ സുരക്ഷിതത്വം നൽകിയിട്ടുണ്ടല്ലോ, എന്തിനാണ് ഇത്രയും വലിയ ത്യാഗം ചെയ്യുന്നത്? അതിന് അല്ലാഹുവിൻ്റെ ഹബീബായ തങ്ങൾ കൊടുത്ത മറുപടി, ആയിഷ, സർവ കോടാനകോടി സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും അഷ്റഫായിട്ട്, അഷ്റഫുൽ ഖൽഖായിട്ട് എന്നെ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ, അമ്പിയാക്കൾക്ക് മുഴുവനും ലീഡറായി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ, നാളെ സ്വർഗത്തിലുള്ള എല്ലാ പദവികളും നൽകിയിട്ടുണ്ടല്ലോ, ആ ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അതാ നബിയായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഈ അനുഗ്രഹങ്ങളെല്ലാം ലഭിക്കുന്നതിന് അഫലാ അകൂന അബ്ദൻ ശകൂറാ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ ആയിഷ എന്ന് പറഞ്ഞ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും അധികം നന്ദി കാണിക്കേണ്ട ആളുകൾ മനുഷ്യരാണ് എന്ന് പഠിപ്പിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് രാത്രിയിലെ ഇബാദത്തിന് നല്ല പ്രാധാന്യം കൊടുക്കണം. ശഹ്റു റമദാൻ കടന്നു വരുമ്പോൾ രാത്രിയിൽ ഇബാദത്തുകൾ ധന്യമാക്കണം. നിസ്കാരവും പരിശുദ്ധമായ ഖുർആനോത്തും ഇതെല്ലാം അധികരിപ്പിച്ചുകൊണ്ട് ധന്യമാക്കണം. പരിശുദ്ധമായ റമദാൻ ഖുർആനിന്റെ മാസമാണല്ലോ. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാനിലാണല്ലോ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത്. ഖുർആനുമായി നല്ല ബന്ധം വേണം വിശ്വാസികൾക്ക്. കാരണം ഖുർആൻ ഓതുന്ന വ്യക്തിക്ക് ഹൃദയ ശുദ്ധീകരണം ലഭിക്കുന്നതാണ്. വദവാഉ ഖൽബിൻ ഖംസതുൻ ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ വഖിയാമു ലൈലിൻ വതദർറു ബിസ്സഹർ വമുജാലസാതുസ് സ്വാലിഹീനൽ ഫുളലാ. അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഖുർആനോദാ നിനക്ക് കഴിയോ? നിന്റെ ഹൃദയത്തിന്റെ കേട് തീർക്കുന്ന മരുന്നാണ്. അതുപോലെ തന്നെ രാത്രിയിലെ തഹജ്ജുദ് നിസ്കരിക്കാൻ നിനക്ക് കഴിയുമോ? അത് നിന്റെ രോഗത്തിനുള്ള ശിഫയാണ്. അത്താഴ സമയത്ത് കരഞ്ഞു ദുആ ചെയ്യാൻ കഴിയുമോ? അത് നിന്റെ ഹൃദയം ശുദ്ധീകരിക്കാനുള്ള മരുന്നാണ്. ആ രൂപത്തിൽ നിന്റെ വയറ് കാലിയാക്കി നോമ്പെടുക്കാൻ, സുന്നത്ത് നോമ്പെടുക്കാൻ കഴിയുമോ? അത് നിന്റെ ഹൃദയത്തിന്റെ കേടുകൾ എറൈസ് ചെയ്യുന്ന മരുന്നാണ്. അങ്ങനെ ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തിനുള്ള മരുന്നിൽപ്പെട്ടതാണ് പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആന് നന്നായി പാരായണം ചെയ്യണം. ശഹ്റു റമദാൻ കടന്നു വരുമ്പോൾ ഖുർആനുമായി കൂടുതൽ ബന്ധം വേണം. ഖുർആൻ നന്നായി ഓതണം, ഖുർആൻ നന്നായി കേൾക്കണം, ഖുർആനിന്റെ പഠനങ്ങൾ നടത്തണം. സുബ്ഹാനല്ലാഹ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു
റമദാൻ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം 2 ഖത്മ് ഓതി തീർക്കുകയാണ്. റമദാൻ അല്ലാത്ത സമയത്ത് ദിവസവും ഖത്മ് ഓതിയ മഹാനാണ് ഇമാമുന ശാഫിഈ. മഹാന്മാര് ഖുർആനുമായുള്ള ബന്ധം അങ്ങനെയാണ്. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടില്ലേ? അതാധികാരിയായ ഭരണാധികാരിയുടെ കരങ്ങളാൽ കൊല ചെയ്യപ്പെട്ട വലിയ മഹാനല്ലയോ ആ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു. ഭരണാധികാരി പറയുന്ന ക്രൂരതകൾക്ക് അനുസരണ കാണിക്കാത്തതിൻ്റെ പേരിൽ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചുകൊണ്ടുവരാൻ അവിടുത്തെ പ്രജകളോട് പറഞ്ഞത് പ്രകാരം സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. രാത്രിയായപ്പോൾ പ്രജകളോട് പറഞ്ഞു, എന്നെ ഈ രാത്രി നിങ്ങൾ ഒഴിവാക്കി തരണം. യജമാനനായ റബ്ബിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ തെരഞ്ഞെടുക്കുന്ന പ്രധാനപ്പെട്ട സമയമാണ് രാത്രി. അതുകൊണ്ട് ഈ രാത്രി എന്നെ ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞു. നിങ്ങൾ അതാ ഓടിപ്പോയാലോ? ഞാൻ ഒരിക്കലും ഭീരുവല്ല, പേടിച്ച് നടക്കുന്ന ആളല്ല, ഞാൻ ഒഴിവായി പോകൂല. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ആ രാത്രിയിൽ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിനെ ഇബാദത്തിൽ അങ്ങ് മുഴുകുകയാണ്. അങ്ങനെ അവർ ഇബാദത്ത് കഴിഞ്ഞ് രാവിലെ പ്പോ തിരിച്ച് സഈദ് തങ്ങളെ കൊണ്ടുപോകുമ്പോ പ്രജകൾ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങ് ഒഴിവായി പോയി കൂടായിരുന്നില്ലേ? രാജാവ് വിളിക്കുന്നത് നിങ്ങളെ കൊല്ലാനാണ്. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അതിലൊന്നും പതറിയില്ല. രാജാവിന്റെ മുമ്പിലെത്തിയപ്പോൾ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനോട് ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾക്ക് മുഹമ്മദിനെ അറിയുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ അറിയാം. അഫ്ളലു ഖൽഖില്ലാഹ് വ അജല്ലു ഖൽഖില്ലാഹ്. അല്ലാഹുവിൻ്റെ സൃഷ്ടിചരാചരങ്ങളിൽ നിന്ന് ഏറ്റവും ഉന്നതിയിലുള്ള ആളാണ്, ഏറ്റവും വലിയ മഹത്വമുള്ള ആളാണ്. അബൂബക്കറിന് സിദ്ദീഖിനെ അറിയുമോ? സിദ്ദീഖ് തങ്ങളെ അറിയാം. ഖലീഫത്തു റസൂലില്ലാഹ് വ ആശിഖു റസൂലില്ലാഹ്. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ഖലീഫയാണ്, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ആശിഖാണ്. ഉമർ തങ്ങളെ അറിയുമോ? ഉസ്മാൻ തങ്ങളെ അറിയുമോ? അങ്ങനെ ഓരോ ആളുകളെ കുറിച്ചും ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടി പറഞ്ഞു കൊടുത്തപ്പോ അടുത്ത ചോദ്യമാണ് അബ്ദുൽ മലിക്കുൽ മർവാൻ എന്ന എന്നെ പറ്റി നിങ്ങൾക്കറിയുമോ? സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഒരൽപ്പം പോലും പേടിക്കാതെ ആ രാജാവിന്റെ മുമ്പിൽ പറയാണ്, ഫാത്തിഖു ഹുറുമാത്തില്ലാഹ് വ ഖാതിലു ഔലിയാഇല്ലാഹ്. നീ അല്ലാഹുവിൻ്റെ ഔലിയാക്കളെ കൊല്ലുന്നവനാണ്, അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങളെ നിസാരപ്പെടുത്തുന്ന ആളാണ്. നിന്നെ എനിക്കറിയാം. ദേഷ്യം വന്നുകൊണ്ട് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് കൊലപ്പെടുത്താൻ വേണ്ടി കിടത്തിയപ്പോ, ഖിബിലക്ക് വേണ്ടി തിരിച്ചു കിടത്തിയപ്പോ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫലലുവല്ലിയന്നക ഖിബലതൻ തർളാഹാ. ഖിബിലക്കാണല്ലോ എന്നെ തിരിച്ചു കിടത്തിയത്. അതിൻ്റെ ദേശത്തിൽ തിരിച്ച് അങ്ങോട്ട് തിരിച്ചു കിടത്തിയപ്പോൾ ഫഅൈനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്. എവിടേക്ക് തിരിച്ചു കടത്തിയാലും അള്ളാഹുവിലേക്കാണ് എൻ്റെ മടക്കം. ആ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തി. ആ മഹാനവർകൾ റമളാനായി കഴിഞ്ഞാൽ 2 രാത്രി കൊണ്ട് ഒരു ഖത്മോദി തീർക്കുന്ന മഹാനാണ്. അങ്ങനെ ഓരോ മഹാന്മാരും പരിശുദ്ധമായ റമളാന് കടന്നു വന്നാൽ ഖുർആനുമായി നല്ല ബന്ധമുള്ളവരാണ്, രാത്രിയിൽ നല്ലോണം ഇബാദത്ത് എടുക്കുന്നവരാണ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ റമളാൻ നമ്മൾ നന്നായി വിനിയോഗിക്കണം. രാത്രിയും പകലും പ്രത്യേകമായി രാത്രി സമയങ്ങളിൽ കൂടുതലായി ഇബാദത്ത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, റമളാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 അമലുകൾ പകൽ സമയത്തെ നോമ്പും രാത്രി സമയത്തിലുള്ള തറാവീഹ് നിസ്കാരമാണ്. എന്നിട്ട് മുത്തുനബി റമളാനിന്റെ ഒരു മഹത്വം വിളിച്ചോതുകയാണ്, വമൻ തഖറബ ബിഹി ബിഖസ്ലത്തിൻ കാന കമൻ അദ്ദാ ഫരീളതൻ ഫീമാ സിവാ. ആ റമളാനിൽ ഒരാൾ
ഒരു സുന്നത്തായ കാര്യം ചെയ്താൽ, സുന്നത്ത് എന്ന് പറയുമ്പോൾ ഒരാളോട് അസ്സലാമു അലൈക്കും സലാം പറഞ്ഞു, ഒരാളെ കണ്ടപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു, അത്തഹിയ്യാത്തില്ലാത്ത അടുത്ത റക്അത്തിലേക്ക് എണീറ്റ് വരുമ്പോൾ ഒരു ഇസ്തിറാഹത്തിന്റെ ഇരുത്തം, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സുന്നത്തുകളുണ്ട്. ആ സുന്നത്തുകൾ ഒരാൾ റമളാൻ മാസത്തിൽ ചെയ്താൽ റമളാൻ അല്ലാത്ത മാസങ്ങളിൽ ഒരു ഫർള് ചെയ്ത കൂലിയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടാണ് പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് പറയാനുള്ള കാരണം. പുണ്യങ്ങളുടെ ഒരുപാട് പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ പറ്റിയ മാസമാണ് റമളാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ, ഈ റമളാൻ മാസത്തിൽ ഓരോ സുന്നത്തുകളും വിടാതെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തണം. നബി തങ്ങൾ പറയാണ്, ഒമൻ അദ്ദാ ഫരീദത്തൻ ഫീഹി കാന കമൻ അദ്ദാ 70 ഫരീദത്തൻ ഫീമാ സിവാഹ്. ഒരു ഫർള് ചെയ്താൽ റമളാൻ അല്ലാത്ത മാസങ്ങളിൽ 70 ഫർള് ചെയ്ത കൂലിയാണ്. അപ്പോൾ ഒരു ളുഹർ നിസ്കരിച്ചാൽ 70 ളുഹർ നിസ്കരിച്ച കൂലിയാണ്. അപ്പം ഞാനും മനസ്സിലാക്കണ്ട 70 ളുഹർ ഖളാ വിടുന്ന ആരും മനസ്സിലാക്കണ്ട. ആ റമളാനിൽ ഫുള്ളായിട്ട് ഫർളൊക്കെ നിസ്കരിച്ച നമ്മളെ നിസ്കാരക്കണ്ട് ഖളാ വിടുമല്ലോ എന്നാരും ചിന്തിക്കണ്ട. അതിൻ്റെ മഹത്വമാണ് പറഞ്ഞത്, അതിൻ്റെ കൂലി കിട്ടും. അത്രയും വലിയ പവറുള്ള മാസം. ആ മാസത്തിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, വഹുവ ശഹ്റുസ് സ്വബ്ർ വസ്സബ്റു സവാബുഹു അൽ ജന്ന. നന്നായിട്ട് ക്ഷമിക്കേണ്ട മാസമാണ്, ക്ഷമയുടെ പ്രതിഫലം സ്വർഗമാണ്. വശഹ്റുൽ മുവാസാത്ത്, പരസ്പരം സഹായിക്കേണ്ട മാസമാണ്, പരസ്പരം ആളുകൾക്കിടയിൽ സഹായങ്ങൾ നൽകേണ്ട മാസമാണ്. ഒരാളും റമളാന് കടന്നു വന്നാൽ ചില സ്ഥലങ്ങളിൽ ചെയ്യുന്നത് പോലെ നമ്മുടെ ഗേറ്റുകൾ ക്ലോസ് ചെയ്യരുത്. ചില ആളുകൾ വിവരമില്ലാത്തത് കൊണ്ട് പറഞ്ഞു പോകുന്നതായിരിക്കും. റമളാനായാൽ ചില ആളുകളുടെ ഇറങ്ങും എന്ന് നമ്മൾ പറയരുത്. നമുക്ക് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നല്ല വാക്ക് പറയാം. ഖൗലും മഅറൂഫുൻ ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹാ അദാ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, കൊടുത്തിട്ട് ആളുകളെ ഇടങ്ങറാക്കുന്നതിനേക്കാൾ നല്ലത് നല്ല വാക്ക് പറയുന്നതാണെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പരസ്പരം സഹായിക്കണം, സ്വാന്തന പ്രവർത്തനങ്ങൾ ചെയ്യണം, പരസ്പരം കഴിയുന്ന രൂപത്തിലെല്ലാം സഹായിക്കണം. പള്ളികളിൽ വരുന്ന മുത്തഅല്ലിമീങ്ങൾ അവർ വഅദ് പഠിക്കാൻ വരികയാണ്, അവർ വരുന്ന സമയത്ത് നമ്മളൊന്ന് ഇരുന്ന് കൊടുക്കണം. അവർ ചെറിയ ഇൽമായിരിക്കും പറയുന്നുണ്ടാവുക, പക്ഷെ അതൊന്ന് കേൾക്കാൻ വേണ്ടി നമ്മൾ ക്ഷമ കാണിക്കണം. എന്താണോ കയ്യിലുള്ളത് ചെറിയ സ്വതക്ക നമ്മൾ റമളാൻ തീരുമ്പോഴേക്കും എത്ര സ്വതക്ക കൊടുക്കാനുള്ള അവസരം വരികയാണ്. ആ അവസരങ്ങളിലെല്ലാം ഒരു മടിയും കൂടാതെ സ്വതക്ക ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടരുകയാണ്, ഒമൻ ഫത്തറ ഫീഹി സ്വായിമൻ കാന മഗ്ഫിറതൻ ലിദുനൂബിഹി വഇത്ഖ റഖബതിഹി മിനൻ നാർ. ആ റമളാനിൽ ചെയ്യാൻ പറ്റിയ മറ്റൊരു സൽക്കർമ്മമാണ് നോമ്പ് തുറപ്പിക്കുക എന്നത്. പക്ഷേ കൂട്ടത്തിലൊരു കാര്യം പറയട്ടെ, നോമ്പ് തുറപ്പിക്കുന്ന ചില പരിപാടികൾ ധൂർത്തുപോലെയാകാറുണ്ട്. അങ്ങനെ ധൂർത്തായിട്ട് നമ്മൾ ഇഫ്താർ സംഗമങ്ങൾ സംഘടിപ്പിക്കരുത്. തറാവീഹ് വന്ന ആളുകൾക്ക് തറാവീഹ് മുടങ്ങുന്ന രൂപത്തിലുള്ള ഇഫ്താർ സംഗമങ്ങൾ ചെയ്യരുത്. ആളുകൾക്ക് തറാവീഹ് നഷ്ടപ്പെടാത്ത രൂപത്തിൽ, ധൂർത്തില്ലാത്ത രൂപത്തിലുള്ള ഇഫ്താർ സംഗമങ്ങൾ ആകാം. ചുറ്റുപാടുകളെക്കുറിച്ച് ബോധമുണ്ടാകണം. എത്രയോ പട്ടിണിപ്പാവങ്ങൾ കഴിയുന്നുണ്ട്, അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, മറ്റു രാജ്യങ്ങളിലേക്ക് പോകേണ്ടതില്ല. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ എത്ര ആളുകളാണ് പട്ടിണിയിൽ കഴിയുന്നത്? വേൾഡ് തലത്തിലുള്ള കണക്കനുസരിച്ച് 783 മില്യൺ ആളുകൾ പട്ടിണിയിൽ കഴിയുകയാണ്. ആ സ്ഥാനത്ത് 1 ബില്യൺ ഒരു ദിവസം ഭക്ഷണം വേസ്റ്റായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം വേസ്റ്റാക്കുന്ന ഇഫ്താർ പരിപാടികൾ നടത്തരുത്. അങ്ങനെ ഒരാളെ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന മഹത്വം എന്താണ്? ആ നോമ്പ് നോറ്റ ആളുടെ അതേ പ്രതിഫലം നമുക്ക് കിട്ടുകയാണ്, അയാൾക്കൊന്നും കുറയണില്ല. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങനെ നോമ്പ് തുറപ്പിക്കാനൊന്നും എല്ലാവർക്കും കഴിയില്ലല്ലോ, ഞങ്ങൾക്കും വേണ്ട കൂലി. മുത്തുനബി പറഞ്ഞു, കാരക്ക കൊടുത്തുകൊണ്ട് നോമ്പ് ഉറപ്പിക്കാൻ കഴിയും, അത് ചെയ്യാം. അത് കഴിയില്ലേ, ഒരു മുറുക്ക് വെള്ളം. അപ്പൊ നോമ്പ് തുറപ്പിക്കുക എന്നത് വലിയ മഹത്വമുള്ള ഒരു പരിപാടിയാണ്. റമദാനിൽ വലിയ പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ പറ്റിയ അമലാണ്.